5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്ന് നമ്മുടെ ജോയി മാത്യു മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗത്തുള്ളവർ എങ്ങനെ ഒരു നിലപാടെടുക്കണം. പക്ഷേ ജോയി മാത്യു എഴുതുമ്പോൾ തന്നെ ജോയി മാത്യു അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ പോയി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ കൽപ്പറ്റ നാരായണൻ പോയി പ്രവർത്തിച്ചു ആര്യാടൻ ഷൗക്കത്തിന്. അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ജോയി മാത്യുവിൻ്റെ ചോദ്യം കേരളത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ ജോയി മാത്യു പറയുന്നൊരു ന്യായം, അല്ലെങ്കിൽ ജോയി മാത്യു കൽപ്പറ്റ നാരായണനൊക്കെ പറഞ്ഞത്, ഞങ്ങൾ കേരളത്തിലെ ഏത് വിഷയം വരുമ്പോഴും അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് നോക്കാതെ, കലാകാലങ്ങളിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആരാണോ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഭരണമെന്ന് നോക്കാതെ തന്നെ ഞങ്ങൾ നാട്ടിൽ നടക്കുന്ന സാമൂഹ്യ വിഷയങ്ങളോട് അല്ലെങ്കിൽ അതിക്രമങ്ങളോടൊക്കെ ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനിവിടെ അവസരമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നതെന്നുള്ള ഒരു ന്യായം അവർ പറയുന്നു. എന്നാൽ ആ ലേഖനത്തിൻ്റെ അന്തസ്സത്തെ ആവട്ടെ, മൊത്തത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നതാകട്ടെ, കഴിഞ്ഞ കുറച്ചു കാലമായി, പണ്ട് ഈ ഒരു അസുഖമില്ലായിരുന്നു. പുരോഗമന കലാ സാഹിത്യ സംഘത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഇടതുപക്ഷമാണ്, ജന്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരും എഴുത്തുകാരുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു. അതങ്ങനെ ചെയ്യും. പണ്ട് EMSൻ്റെ കാലം മുതൽ EMS ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സംവിധാനങ്ങൾ, സംഘടനാ സംവിധാനങ്ങൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യും. അത് ആരും തെറ്റ് കണ്ടിരുന്നുമില്ല. ഇപ്പുറത്തെ കോൺഗ്രസിന് വേണ്ടിയും കുറച്ച് പേർ വരുമായിരുന്നു. പക്ഷെ അതിലൊക്കെ മാറി വളരെ നിഷ്പക്ഷരാണെന്ന് പറഞ്ഞ് നിൽക്കുകയും സാമൂഹ്യമായ വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുകയും ഭരണവ്യവസ്ഥയും എസ്റ്റാബ്ലിഷ്മെൻറ്റും എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം കാണാതിരിക്കുകയും, ആദിവാസി സമരമാകട്ടെ, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്ലാന്റ് വരവും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളാകട്ടെ, ആശാസമരമാകട്ടെ, അങ്ങനെ ഓരോ വിഷയങ്ങൾ, കുട്ടികളെ പോക്സോ കേസുകളാകട്ടെ, ബലാത്സംഗ കേസാകട്ടെ, മോഷണമാകട്ടെ, അങ്ങനെ ഒരുപാട് കേസുകൾ, നിരന്തരം കേസുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ അതിനോടുള്ള എടുക്കുന്ന നിലപാടുകൾ, കേസുകൾ അട്ടിമറിക്കുന്നത്, ഇതൊക്കെ വരുമ്പോൾ സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, കവികളും കവയത്രികളും അതുപോലെ തന്നെ നോവലിസ്റ്റുകളും എഴുത്തുകാർ നന്നായി പ്രതികരിക്കുമായിരുന്നു. അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു കേരളത്തിൽ. M കൃഷ്ണൻ നായരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെമ്മനം ചാക്കോയും പിന്നെ സുകുമാർ അഴീക്കോട് വരെയുള്ള ആ ഒരു പരമ്പര വലിയൊരു പരമ്പരയായിരുന്നു. സീരിയസ് ആയി പറയുമായിരുന്നു. പക്ഷേ അത് മാറി. ഇപ്പോൾ ഏതെങ്കിലും ഒരു അക്കാഡമിക് അംഗത്വം കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു പഠന കോൺഗ്രസ് വരികയാണെങ്കിൽ അവിടെ 2 പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കൊരു അവാർഡ് കിട്ടുമോ, ഏതെങ്കിലും ഒരു ഫെലോഷിപ്പ് കിട്ടുമോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഭരണകൂടത്തിൽ നിന്നും അഡ്മിനിസ്ട്രേഷനിൽ നിന്നും എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കി നടക്കുന്ന പൂമരങ്ങളുടെ കാലമാണിപ്പോൾ. പൂമര സാഹിത്യകാരന്മാരുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കാര്യമില്ല. KR മീരയെ പോലുള്ള ആളുകൾ, വൈശാഖനെ പോലുള്ളവർ, വൈശാഖൻ പിന്നെ ഈ സർക്കാരിൻ്റെ ആനുകൂല്യം കൃത്യം നേരിട്ട് പറ്റുന്ന ആളാണ്. സാഹിത്യകാരന്മാർ 2 തരത്തിലുണ്ട്. നേരിട്ട് ആനുകൂല്യം പറ്റുന്നവരും അല്ലാതെ പറ്റുന്നവരും. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം ആ ഭാഗം. ഞാനൊരു പരിപാടിക്ക് എന്നെ പ്രഭാഷണത്തിന് വിളിച്ചു. പരിപാടിക്ക് പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ മറ്റൊരു സാഹിത്യകാരനായിരുന്നു ആ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ആ ഒരു സാഹിത്യകാരൻ കോൺഗ്രസുമായി ആഭിമുഖ്യമുള്ള ഒരു സാഹിത്യകാരനാണ്. അപ്പോൾ അദ്ദേഹം എന്നെയും ഈ സംഘാടകർ ഒന്നിച്ചാണ് ഒരു വാഹനം അയച്ചു എന്ന് അപ്പോൾ എന്നെയും വീട്ടിൽ നിന്ന് വിളിച്ചു. ആ സാഹിത്യകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിൽ അതിഥിയാണ്, സാഹിത്യകാരനും അതിന് ഉദ്ഘാടകനാണ്, പ്രഭാഷകനാണ് ഞാൻ, മുഖ്യ പ്രഭാഷണം. പോകുന്ന വഴിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് വാഹനം വിളിച്ചു. അദ്ദേഹം കയറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടെ കയറി ഞങ്ങൾ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിണറായി വിജയനെ ഇനി പറയാൻ യാതൊന്നുമില്ല, പിണറായിസമാണ്, വലിയ കുഴപ്പമാണ്, ഏകാധിപതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞു ഒരുപാട് കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എന്താണ്, ചിലപ്പോൾ കോൺഗ്രസ്സുകാരനായിരിക്കും. ഞാനിതെല്ലാം നിശബ്ദമായി കേട്ടിരുന്നു. 2-3 ആഴ്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ഓഫീസിൽ, ഞാൻ ഓഫീസൊന്നും പറയുന്നില്ല, ഒരു പ്രധാനപ്പെട്ട ഓഫീസിൽ അവിടുത്തെ ഡയറക്ടറെ കാണാനായി ഞാൻ പോയി. ചെന്നപ്പോൾ അകത്തൊരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പലരും ഇറങ്ങി വന്നു. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം, അതിന് മുമ്പ് ദിവസം പോയ ഇദ്ദേഹവും ഇറങ്ങി വന്നു. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, സാർ എന്താണ് ഇവിടെ? ഞാൻ വെറുതെ വന്നതാണ്, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു പോയി. പിന്നെ ഞാൻ തിരക്കിയപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ കമ്മിറ്റിയിൽ, ഒരു അക്കാഡമിക് കമ്മിറ്റിയിൽ ഇദ്ദേഹം മെമ്പറാണ്. മെമ്പറാവുന്നതിൽ തെറ്റൊന്നുമില്ല. അക്കാഡമിക് കമ്മിറ്റിയിൽ ഒരു കോൺഗ്രസ്സിന് അനുഭവമുള്ള ഒരാൾ, ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് അക്കാഡമിക് കമ്മിറ്റി വരുന്ന ആളോ, ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഇടതുപക്ഷക്കാരൻ കോൺഗ്രസിൻ്റെ കാലത്ത് വരുന്നത് ഒന്നും തെറ്റല്ല. പക്ഷേ പരസ്യമായി ഇങ്ങനെ വല്ലാതെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ വർത്തമാനം പറയുകയും രോഷം കൊള്ളുകയും മറുവെച്ച് അതിൻ്റെ ആനുകൂല്യം പറ്റുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ടെന്ന് പറയാൻ മാത്രം, ഞാൻ അദ്ദേഹത്തെയും കുറ്റപ്പെടുത്തുന്നില്ല, അങ്ങനെ ഒരു രീതിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും നിലമ്പൂരിൽ സാഹിത്യകാരന്മാർ ഇറങ്ങേണ്ടിയിരുന്നില്ല. KR മീരയൊക്കെ പറഞ്ഞത്, സ്വരാജിനെ പോലെയുള്ള ഒരാളിനെ വിളിച്ചു വരുത്തിയതല്ലേ കോൺഗ്രസ്സുകാരെ, രാഹുൽ മാങ്കൂട്ടത്തിനെ, എന്തിനാണ് സ്വരാജിനെ വിളിച്ചത്? ഞങ്ങൾ ഏതെങ്കിലും സ്വതന്ത്രനെ നിർത്തി ആര്യാടൻ ഷൗക്കത്തിന് ജയിക്കാനുള്ള സാഹചര്യം ചെയ്ത് തരില്ലായിരുന്നോ? നിങ്ങൾ എന്തിനാണ്
സ്വരാജിനെ പോലെയുള്ള ഇത്രയും കറകളഞ്ഞ പിന്നെ എന്താ വളരെ സംശുദ്ധ രാഷ്ട്രീയമുള്ള ചെറുപ്പക്കാരനായ താത്വികാചാര്യനായ ഇദ്ദേഹത്തെ എന്തിനാണ് നിങ്ങൾ വിളിച്ചു വരുത്തിയതല്ലേ എന്നൊക്കെ മീര ചോദിച്ചു. വിളിച്ചു വരുത്തിയതായാലും കൊണ്ടിട്ടതായാലും എന്തായാലും ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് താത്വിക ആചാര്യനൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ വിഷയങ്ങൾ കേൾക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന, ഞങ്ങളുടെ രണ്ടും നാട്ടുകാരാണെങ്കിലും ഇവിടെ നാട്ടിൽ നിന്ന് അങ്ങനെ എറണാകുളത്തേക്ക് പറിച്ചു നട്ട ആളിനൊന്നും ഇവിടെ ആവശ്യമില്ല. നമുക്ക് ഓടിച്ചെന്നൊരു കാര്യം പറയാൻ ആര്യാടൻ ഹൗസിലാവുമ്പോൾ ഇത് പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണത്തിന് വരുന്ന, ഞങ്ങളുടെ മരണത്തിന് വരുന്ന, ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങളിൽ പങ്കെടുക്കുന്ന, ഞങ്ങളുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഒരു കുഞ്ഞാക്ക മതി, വേറെ ആരും ബാപ്പൂട്ടി മതി, വേറെ ആരും വേണ്ട എന്നുള്ള നിലയിൽ അവർ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ സാഹിത്യകാരന്മാർക്ക് ലാൽ സലാം. വീണ്ടും അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അടിയന്തരമായിട്ട് എവിടെയെങ്കിലും ബംഗറിലെങ്ങാനും ഇരുന്നൊരു യോഗം ചേർന്ന് അതാത് മണ്ഡലങ്ങൾ തീരുമാനിച്ചെടുത്താൽ നമുക്ക് സന്തോഷപൂർവ്വം ഓരോ മണ്ഡലത്തിലും പോയി തള്ളിമറിക്കാം. നമ്മൾ എത്ര കണ്ട് തള്ളിമറിക്കുന്നുവോ അത്ര കണ്ട് ആളുകൾ വോട്ട് അങ്ങേ വശത്തേക്ക് തള്ളിമറിക്കും എന്നുകൂടി മാത്രം അറിഞ്ഞിരിക്കുക.